So good evening all. Yesterday, last class നമ്മൾ പറഞ്ഞത് we have discussed a question of this model. Illustration 2 നമ്മൾ ഡിസ്കസ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടത് നിങ്ങൾ ഇന്നലെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് അക്കൗണ്ട് മാത്രമുള്ള ക്വസ്റ്റ്യനാണ്. ഇലിസ്ട്രേഷൻ 2 നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് അക്കൗണ്ടും ഉണ്ടായിരുന്നു, ദർ വാസ് ഡിപ്പാർട്ട്മെന്റൽ പി ആൻഡ് എൽ അക്കൗണ്ട് ഓൾസോ. പിന്നെ നമ്മൾ ലാസ്റ്റ് ദിവസം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഐറ്റംസ് വരാം, നമുക്ക് ഡിവൈഡ് ചെയ്ത് ബിറ്റ്വീൻ ദ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കാൻ പറ്റാത്ത ഐറ്റംസ് വരാം. അതിൽ ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ജനറൽ മാനേജർ സാലറി ആണ്. പിന്നെ വരാൻ ചാൻസ് ഉള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ജനറൽ മാനേജർ സാലറി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് ഇൻ എക്സ്പെൻസ്. ഇപ്പോൾ പി ആൻഡ് എൽ അക്കൗണ്ട് ഒരു നോർമൽ അക്കൗണ്ട് ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസസ് എടുക്കണം, ക്രെഡിറ്റ് സൈഡിലാണ് ഇൻകം. ബാങ്ക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത് ഇൻകം ആണ്. സോ ദീസ് ടു ഐറ്റംസ് ആർ കോമൺ, റിപ്പീറ്റഡ്ലി വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ജനറൽ പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ പണ്ട് നിങ്ങൾ S2 ചെയ്ത പോലെ തന്നെ ഒരു എമൗണ്ട് കോളം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ജനറൽ പി ആൻഡ് എൽ അക്കൗണ്ട്. So today we are going to discuss the practical problem number 2. Practical problem number 2 ചെയ്യും ആദ്യം. Based on the time, we will start doing the practical problem. How far നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയില്ല. Okay, moving on to this question. A firm has two departments, A and B. Practical problem number 2 ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 5.32. ഒരു ഫേമിന് രണ്ട് ഡിപ്പാർട്ട്മെന്റ്, ദാറ്റ് ഇസ് എ ആൻഡ് ബി. 31 ഡിസംബറിലുള്ള അവരുടെ സിറ്റുവേഷൻ ആണ് ആദ്യം തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഫസ്റ്റ് പോർഷനിൽ തന്നിരിക്കുന്ന ഈ എയും ബിയും ഇങ്ങനെ സെപ്പറേറ്റ്ലി രണ്ട് കോളത്തിലായിട്ട് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദി അലോക്കേഷൻ. ഡയറക്ട്ലി നമുക്ക് എയുടെ എമൗണ്ട് എത്രയാ ബിയുടെ എമൗണ്ട് എത്രയാന്ന് അറിയാം. എക്സ്പെൻസസ് നോട്ട് ഡയറക്ട്ലി ചാർജബിൾ തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ക്യാരേജ് ഇൻവേർട്സ്. അത് ലാസ്റ്റ് ഡേ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോഴും പറഞ്ഞു, ക്യാരേജ് ഇൻവേർട്സ് ഓൾവേസ് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ടത് ഇറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് നെറ്റ് പർച്ചേസസ്, അതായത് റിട്ടേൺസ് കുറച്ചതിന് ശേഷമുള്ള പർച്ചേസസ്. റെന്റ് റേറ്റ്സ് ആൻഡ് ഇൻഷുറൻസ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, അത് 3:2 ഡിവൈഡ് ചെയ്യേണ്ടത്. ദെൻ ക്യാരേജ് ഔട്ട്വേർഡ്സ് ഒന്നും പറയില്ല ക്വസ്റ്റ്യനിൽ, നമ്മൾ തന്നെ അത് മനസ്സിലാക്കി ചെയ്യണം. ഇറ്റ് ഷുഡ് ഓൾവേസ് ബി അപ്പോർഷൻഡ് ഇൻ ദ റേഷ്യോ ഓഫ് നെറ്റ് സെയിൽസ്. പിന്നെ നമുക്കുള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സൺട്രി ചാർജസ്. അത് ഈ ക്വസ്റ്റ്യൻ്റെ ഏറ്റവും താഴെ റെന്റ് റേറ്റ്സ് ആൻഡ് ഇൻഷുറൻസ് പോലെ തന്നെ ദേ ഹാവ് ആസ്ക്ഡ് ടു അപ്പോർഷൻ ഇറ്റ് ഇൻ ദ റേഷ്യോ 3:2 എന്ന് തന്നിട്ടുണ്ട്. ചില ഐറ്റത്തിന് ഇങ്ങനെ പറയും, അപ്പോൾ ആ റേഷ്യോയിൽ അങ്ങ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ജനറൽ മാനേജർ സാലറി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അത് ജനറൽ പി ആൻഡ് എൽ അക്കൗണ്ടിൽ എടുക്കേണ്ട ഐറ്റമാണ്. ദെൻ ബാങ്ക് ഇൻട്രസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, അതും ജനറൽ പി ആൻഡ് എൽ അക്കൗണ്ട്. ഈ ക്വസ്റ്റിന്റെ താഴെ എക്സ്ട്രാ ഇൻഫർമേഷൻ റെന്റ് റേറ്റ്സ് ആൻഡ് ഇൻഷുറൻസും സാലറി ചാർജസും 3:2 ഡിവൈഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. Towards the end, question is prepare trading profit and loss account and general balance sheet. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ക്വസ്റ്റ്യൻ, ദിസ് ക്വസ്റ്റ്യൻ ഇസ് റോങ്, യു ഹാവ് ടു ഡിലീറ്റ് ദിസ് പാർട്ട്. ഇത്രയും ഭാഗം വേണ്ട എന്ന് വെക്കുക. കാരണം ബിക്കോസ് അത്രയും ചെയ്യാനുള്ള ഇൻഫർമേഷൻ ഇല്ല. ക്യാപിറ്റൽ ഇസ് നോട്ട് ഗിവൺ, അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ഒന്നും തന്നെ തന്നിട്ടില്ല. അപ്പോൾ ഒരു ഇൻഫർമേഷനും ഇല്ലാത്തതുകൊണ്ട് യു കാൺ ഡു ദ ബാലൻസ് ഷീറ്റ് പോർഷൻ. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിനകത്ത് ചെയ്യാൻ പോകുന്നത് ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് രണ്ട് കോളംസ് മെയിൻറ്റെയിൻ ചെയ്ത്, ഇവിടെ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ഉള്ളതുകൊണ്ട് രണ്ട് കോളംസ് മെയിൻറ്റെയിൻ ചെയ്ത് ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് അക്കൗണ്ടും പി ആൻഡ് എൽ അക്കൗണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യും. പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഈ കോമൺ ആയിട്ടുള്ള ഐറ്റംസ് റെക്കോർഡ് ചെയ്യാനായിട്ട് ജനറൽ പി ആൻഡ് എൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യും. ഇത്രയാണ് ക്വസ്റ്റ്യൻ. വി ക്യാൻ ഡു ഇറ്റ്. So first we can write the heading. Heading എഴുതാം, ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കുറച്ചുകൂടി വലുതായിട്ട് കാണുമെന്നുള്ളവർക്ക് യു ക്യാൻ സൂം യുവർ സ്ക്രീൻ. Departmental trading and profit and loss account for the year ended 31st December 2014.
റൈറ്റ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. എൻ്റെ കൂടെ ക്വസ്റ്റ്യൻ ചെയ്തു പോവുക, അതർവൈസ് നോട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള രീതിയിൽ എഴുതുവാണെങ്കിൽ യു ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട്. ഇതാകുമ്പോൾ അറ്റ്ലീസ്റ്റ് ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്യുന്നു. സോ പെർട്ടിക്കുലേഴ്സും 2 എമൗണ്ട് കോളവും, അങ്ങനെ 2 സൈഡ്. So we can start doing. First item എന്ന് പറയുന്നത് ക്വസ്റ്റിനകത്ത് സ്റ്റോക്ക് ഓൺ 1/1/2014. സ്റ്റോക്ക് ഓൺ 1/1/2014 അതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. സോ യു ക്യാൻ റൈറ്റ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. എമൗണ്ട് ഇസ് 4,000 and 7,000. And next item is purchases. So purchases already പറഞ്ഞിട്ടുണ്ട്. റിട്ടേൺസ് സബ്ട്രാക്ട് ചെയ്തിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുകയുള്ളൂ. ഏതെങ്കിലും റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും ഉപയോഗിക്കുള്ളൂ. ഇവിടെ 2 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് യു ക്യാൻ ഡു ഇറ്റ് ഇൻ ദി ഇന്നർ കോളം. സോ വർക്കിംഗ് നോട്ടായിട്ട് എഴുതാം. എയുടെ പെർച്ചേസസ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 37,000. പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 1,000. സോ 37,000 മൈനസ് 1,000 ദാറ്റ് ഇസ് ഈക്വൽ ടു 36,000. അതുപോലെ തന്നെ ബിയുടെ എമൗണ്ട് പർച്ചേസസ് തന്നിരിക്കുന്നത് 26,000. അതിൻ്റെ റിട്ടേൺസ് എന്ന് പറയുന്നത് 2,000. So it is 24,000. I can write it here. 36,000, 24,000. Then question next item എന്ന് പറയുന്നത് it is sales. സെയിൽസ് റിട്ടേൺസ് ഉണ്ടോ നോക്കുക. ഉണ്ട്. സോ അതും ഇതുപോലെ കണ്ടുപിടിച്ചിട്ട് എഴുതാം. സെയിൽസ് ഓഫ് എ എയുടെ സെയിൽസ് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത് 61,000. റിട്ടേൺസ് എന്ന് പറയുന്നത് 1,000. സോ ആൻസർ 60,000. ബിയുടെ സെയിൽസ് എമൗണ്ട് എന്ന് പറയുന്നത് ബിയുടെ സെയിൽസ് എമൗണ്ട് 43,000, 43,000. സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത് 3,000. സോ ദ ആൻസർ ഇസ് 40,000. 40,000. സോ 60,000, 60,000, 40,000. So you can write it in the credit side. Sales 60,000 and 40,000. Then അടുത്ത ക്വസ്റ്റ്യനിൽ ആസ് പെർ ദ ഓർഡർ പറഞ്ഞിരിക്കുന്ന കാര്യം പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ അത് നമ്മൾ എടുത്തു. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഐറ്റം വേജസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എടുക്കും. 3,000ഉം 1,000ഉം. അടുത്ത ഐറ്റം നോക്കിയാൽ ഇറ്റ് ഇസ് സാലറി.
സാലറി ഈസ് റിലേറ്റഡ് ടു ഓഫീസ് അല്ലെങ്കിൽ നമ്മൾ സെയിൽസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഐറ്റവും ഓഫീസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഐറ്റവും എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അപ്പോൾ അതിപ്പോൾ എടുക്കരുത്. നെക്സ്റ്റ് ഐറ്റം ഇസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. 6000 ആൻഡ് 9000. ക്രെഡിറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് 6000 and 9000. Then expenses not directly chargeable to any department. ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് കിട്ടിയതെന്ന് അറിയില്ല, കോമൺ ആയിട്ട് ഇൻകർ ചെയ്തത് നമ്മൾ അപ്പോഴേ ഡിസ്കസ് ചെയ്തു. അതിൽ ഫസ്റ്റ് വൺ ക്യാരേജ് ഇൻവേർട്സ് ആണ്. ഇവിടെ ഈ തന്നിരിക്കുന്നതിൽ ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കുന്ന ഒരേ ഒരു ഐറ്റമേ ഉള്ളൂ ഈ താഴെ തന്നിരിക്കുന്നതിൽ, അത് ക്യാരേജ് ഇൻവേർഡ് ആണ്. കാരണം റെന്റ്, ക്യാരേജ് ഔട്ട്വേർഡ്സ്, സൺട്രി ചാർജസ് എല്ലാം നമ്മൾ പി ആൻഡിൽ എടുക്കും. ലാസ്റ്റ് 2 ഐറ്റംസ് വി വിൽ ടേക്ക് ഇറ്റ് ഇൻ ദി ജനറൽ പി ആൻഡ്. അപ്പോൾ ക്യാരേജ് ഇൻവേർഡ് മാത്രമാണ് ഇനി ട്രേഡിങ്ങിലുള്ളത്. ആസ് യു ഓൾ നോ, നെറ്റ് പർച്ചേസസിന്റെ ബേസിസിൽ വേണം ക്യാരേജ് ഇൻവേർട്സ് ഡിവൈഡ് ചെയ്യാൻ. സോ നോട്ട് നമ്പർ 3, ക്യാരേജ് ഇൻവേർട്സ്. ക്യാരേജ് ഇൻവേർട്സ് കിട്ടണമെങ്കിൽ മിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് നെറ്റ് പർച്ചേസസിന്റെ റേഷ്യോ വേണം. പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നെറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് 36ഉം 24ഉം. സോ 36,000 ഈസ് ടു 24,000. സീറോസ് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ബിക്കംസ് 36 ഈസ് ടു 24. അതിന് വീണ്ടും നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് 18 ഈസ് ടു 12. And finally it becomes 9 is to 6. 9 is to 6 നെ simplify ചെയ്യുമ്പോൾ it is 3 is to 2. പർച്ചേസസിന്റെ റേഷ്യോ കിട്ടിയിരിക്കുകയാണ്. ഇറ്റ് ഇസ് 3 is to 2. അപ്പോൾ ക്യാരേജ് ഇൻവേർഡിന്റെ എമൗണ്ട് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 2500. അപ്പോൾ ആ 2500നെ എക്കും ബിക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതിനുള്ള റേഷ്യോ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 3:2. 3:2 എന്ന് പറഞ്ഞാൽ 3/5 എക്കും 2/5 ബിക്കും. അപ്പോൾ 2500 ഇൻറ്റു 3/5 ദാറ്റ് ഇസ് 1500. ബിയുടേത് 2500 ഇൻറ്റു 2/5 ദാറ്റ് ഇസ് ഈക്വൽ ടു 1000. അപ്പോൾ നമുക്ക് മനസ്സിലായി ക്യാരേജ് ഇൻവേർഡ് എയുടെ കോളത്തിൽ 1500, ബിയുടെ കോളത്തിൽ 1000. Carriage inverts $1,500 and 1,000. ഇത് വേറെ ഐറ്റം ഒന്നുമില്ല ട്രേഡിംഗ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ വി ക്യാൻ ബാലൻസ് ദിസ്. സോ ആദ്യം രണ്ട് സൈഡിൻ്റെയും ടോട്ടൽ എടുത്ത് നോക്കാം. എവിടെയാണോ കുറവ് അവിടെ ആയിരിക്കും ബാലൻസിങ് ഫിഗർ വരിക. ഇപ്പോൾ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ, ഡെബിറ്റ് സൈഡ് ടോട്ടൽ നോക്കിയിട്ട് പറഞ്ഞേ എ ആൻഡ് ബി. എയുടെ ടോട്ടൽ എത്രയാ? ഇന്നലെ പറയാത്ത ആരെങ്കിലും ഒരാൾ പറയും. ചാറ്റ് ബോക്സിൽ ഇടുക, അൺമ്യൂട്ട് ചെയ്ത് പറയുകയോ ചെയ്യുക. വാട്ട് ഇസ് ദ ടോട്ടൽ ഓഫ് ഡെബിറ്റ് സൈഡ് എ ആൻഡ് ബി? ഇന്നത്തെ ദിവസം ഞാൻ ആരുടെ പേരൊന്നും വിളിക്കുന്നില്ല. ഫ്രം ദ നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ഐ വിൽ പിക്ക് വൺ അമംഗ് യു. അവർ ആൻസർ പറയണം. സോ വാട്ട് ഇസ് ദ ടോട്ടൽ? $66,000. അത് ക്രെഡിറ്റ് ആണ്. ഞാൻ ചോദിച്ചു ഡെബിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡ് ഡെബിറ്റ് സൈഡിൽ എയുടെ വരുന്നത് 44,500ഉം ബിയുടെ 33,000. ഓക്കെ, ഗുഡ്, താങ്ക് യു. അപ്പോൾ എയുടെ 44,500ഉം ബിയുടെ 33 ആണ്. നമുക്കിനി ക്രെഡിറ്റ് സൈഡ് നോക്കാം. ക്രെഡിറ്റ് സൈഡ് 66,000 ആണ് എയുടേത്, ബിയുടേത് 49,000 ആണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് നോക്കുമ്പോൾ എയുടെ കാര്യം നോക്കുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. സോ റൈറ്റ് 66,000 ഓൺ ബോത്ത് സൈഡ്സ്.
66 കൂടുതൽ. ആൻഡ് ദ ബാലൻസിങ് ഫിഗർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ബാലൻസിങ് ഫിഗർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക 66,000 minus 44,500. What is the answer? Gross profit. Gross profit. രണ്ട് കേസിലും ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. So what we get is gross profit. Anyone else? Gross profit കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? Miss 21,000. 21,500. 16,000. 16,000. സോ മറക്കരുത്, ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ച ഉടനെ അടുത്ത് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, യു ഹാവ് ടു ബ്രോഡ് ഡൗൺ. ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ ചെയ്താൽ ഉടനെ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം, യു ഹാവ് ടു ബ്രോഡ് ഡൗൺ ദ സി. Then moving to the next step. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത പോർഷനാണ് ട്രേഡിംഗ് അക്കൗണ്ട്. നൗ വി ആർ മൂവിങ് ഓൺ ടു ദി ഡിപ്പാർട്ട്മെന്റൽ P&L അക്കൗണ്ട്. ആ അക്കൗണ്ടിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ചെയ്തു പോകുന്നത്. ദ ഫസ്റ്റ് ഐറ്റം നമുക്ക് തുടക്കം തൊട്ട് നോക്കാം. ആദ്യത്തെ എല്ലാ ഐറ്റംസും നമ്മൾ ട്രേഡിങ്ങിൽ എടുത്തിട്ടുണ്ട്. ഒരു കാര്യം മാത്രം നമ്മൾ എടുത്തിട്ടില്ല, ദാറ്റ് ഇസ് സാലറി. അപ്പോൾ ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് സാലറീസ് 2,000 and 3,000. So salaries amount is 2,000 and 3,000. ഇതുവരെ ഞാൻ പറഞ്ഞ വരെ ക്വസ്റ്റ്യൻസ് ചെയ്തവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. ഇപ്പൊ ഞാൻ പറഞ്ഞ വരെ ചെയ്തെത്തിയവർ. Okay, put your hands down. So moving, continuing with the P&L, അടുത്ത പോർഷൻ നോക്കാം. സാലറീസ് നമ്മൾ ചെയ്തു. ക്യാരേജ് ഇൻവേർട്സ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത് റെന്റ്, റേറ്റ്സ് ആൻഡ് ഇൻഷുറൻസ്. അതിന് റേഷ്യോ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. ആ റേഷ്യോന്റെ ബേസിസിൽ ഡിവൈഡ് ചെയ്യാം. റെന്റ്, റേറ്റ്സ് ആൻഡ് ഇൻഷുറൻസ്. And you can write a working note for the same. അതിനൊരു വർക്കിംഗ് നോട്ട് ആയിട്ട് തന്നെ എഴുതാം. Fourth one, rent, rates and insurance. And it is apportioned in the ratio question തന്നിട്ടുള്ള പോലെ 3:2. Amount 2,000 rupees. So A amount എന്ന് പറയുന്നത് 2,000 into again ratio is 3/5. A 1,200. It is 2,000 into 2/5. It is 800. So 1,200 and 800. കണ്ടുപിടിച്ച എമൗണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്താം. The next item, question order ചെയ്ത് തന്നെ പോയാൽ, the next item is carriage outwards. Carriage outwards, as you know, you will apportion it on the basis of net sales
carriage outwards net sales in the basis dividing. So how will you find out the ratio of net sales? അപ്പോൾ ആദ്യം നെറ്റ് സെയിൽസിൻ്റെ എമൗണ്ട് എഴുതാം. സെയിൽസ് 60,000 ഈസ് ടു 40,000 ആണ്. അപ്പോൾ 60,000 ഈസ് ടു 40,000. അതിൽ നമ്മൾ സീറോസ് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് 6:4, ഇറ്റ് ബിക്കംസ് 3:2. ഇപ്പോൾ റേഷ്യോ കിട്ടി. ക്യാരേജ് ഔട്ട്വേർഡ്സിൻ്റെ എമൗണ്ട് ക്വസ്റ്റിന് നമുക്ക് മനസ്സിലായി. ദ എമൗണ്ട് ഇസ് 1,500. അപ്പോൾ എയുടെ കേസിൽ നോക്കിയാൽ 1,500 ഇൻറ്റു 3/5. Carriage outwards 1,500 into 3/5, that is 900. അതുപോലെ ബി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് നോക്കിയാൽ 1,500 into 2/5, that is equal to 600. 900 and 600. So you can write carriage outwards. And again coming back to the question, അടുത്ത item sundry charges, അത് already പറഞ്ഞിട്ടുണ്ട് 3:2. അപ്പോൾ last item sundry charges. The 6:1 sundry charges. A department ഇല്ലത് amount sundry charges 1,000 rupees ആണ്. So 1,000 into 3/5, that is equal to 600. And likewise B ഇടത് 1,000 into 2/5, that is equal to 400. So the amount apportion ചെയ്ത് നമുക്ക് കിട്ടിയത് 600 and 400. നമുക്കുള്ള രണ്ട് ലാസ്റ്റ് ഐറ്റവും ആസ് ഐ സെഡ് ഏർലിയർ ജനറൽ P&L അക്കൗണ്ടിനകത്ത് റെക്കോർഡ് ചെയ്യേണ്ടതാണ്. സോ ഈ അക്കൗണ്ടിനകത്ത് റെക്കോർഡ് ചെയ്യേണ്ട ഐറ്റംസ് കഴിഞ്ഞു. സോ ആസ് യു നോ ക്രെഡിറ്റ് സൈഡാണ് ഇവിടെയും കൂടുതൽ, ബിക്കോസ് ക്രെഡിറ്റ് സൈഡ് വളരെ ഫ്യൂ ഐറ്റംസേ ഉള്ളൂ. സോ യു ക്യാൻ റൈറ്റ് ദ ടോട്ടൽ ഓൺ ബോത്ത് സൈഡ്സ്. What is the total of debit side? ആർക്കെങ്കിലും ഒരാൾക്ക് പറയാം. ഡെബിറ്റ് സൈഡ് ടോട്ടൽ 4,700. ഓക്കെ, 4,700. അപ്പോൾ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്, അതായത് ആസ് ഓഫ് ദിസ് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആണ്, നോട്ട് നെറ്റ് പ്രോഫിറ്റ്. ഇറ്റ് ഇസ് ഡെബിറ്റ് സൈഡ് 4,700. അപ്പോൾ ഇവിടുത്തെ ഷോർട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 16,800. ആൻഡ് വാട്ട് ഇസ് ദ ടോട്ടൽ ഓഫ് ബി? അടുത്ത ദിവസം തൊട്ട് ഉറപ്പായിട്ട് പേര് വിളിക്കാൻ പോവാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് പറയാം, ഇതുവരെ പറയാം. 4,800. ഓക്കെ, ഫൈൻ. അപ്പോൾ ബിയിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 11,200. സോ ദാറ്റ് ഇസ് ദ പ്രോഫിറ്റ്. മറക്കരുത്, നിങ്ങളിവിടെ എഴുതേണ്ടത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. സാധാരണ നമ്മളൊരു P&L അക്കൗണ്ട് ചെയ്തതിനും ഒരു ചെറിയ ഡിഫറൻസ് വരുന്നത് ഇവിടെയാണ്.
what you write here is general P&L account. കാരണം ഈ എമൗണ്ടിനെ നമ്മൾ ഇനി ട്രാൻസ്ഫർ ചെയ്യുന്നത് ജനറൽ P&L അക്കൗണ്ടിലേക്കാണ്. സോ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഇതുവരെ ചെയ്ത് കഴിഞ്ഞത്. You put your hands down. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് ഭാഗത്തിലോട്ട് പോവാം. അതാണ് നമ്മൾ പറഞ്ഞ P&L അക്കൗണ്ട്. അപ്പോൾ വൺസ് അഗെയിൻ ഞാൻ പറയാം, കോമൺ ഐറ്റംസ് മാത്രമേ എടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ 2 ഡിപ്പാർട്ട്മെന്റിന് 2 കോളം എന്നുള്ള രീതിയൊന്നും അവിടെ വേണ്ട. ഒരൊറ്റ എമൗണ്ട് കോളം മതി ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. സോ യു ക്യാൻ റൈറ്റ് ദ ഹെഡിങ് General Profit and Loss account for the year ended 31st December 2014. You can write debit and credit. Particulars and amount column on both sides. സോ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ചെയ്ത പോലെ, ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ ചെയ്ത് ബ്രോ ഡൗൺ ചെയ്ത പോലെ ശ്രദ്ധിക്കുക എല്ലാവരും. ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ക്യാരി ഡൗൺ ചെയ്ത് ബ്രോ ഡൗൺ ചെയ്ത പോലെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ജനറൽ P&L എഴുതി നിർത്തി. ഇവിടെ P&L അക്കൗണ്ടിൻ്റെ ഇവിടെ ഡെബിറ്റ് സൈഡിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ അക്കൗണ്ടിലോട്ട് വരുമ്പോൾ ഏത് സൈഡിലോട്ട് വരും? ക്രെഡിറ്റ് സൈഡ്. യു ക്യാൻ റൈറ്റ് P&L അക്കൗണ്ട്. ബുക്കിൽ ചിലപ്പോൾ പ്രോഫിറ്റ് ആസ് പെർ P&L അക്കൗണ്ട് എന്നൊക്കെ ഉണ്ടാവും. അതിൻ്റെ ആവശ്യമില്ല. യു ക്യാൻ റൈറ്റ് ജസ്റ്റ് P&L അക്കൗണ്ട്. കാരണം നമ്മൾ P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ജനറൽ P&L നീക്കി. അപ്പോൾ ജനറൽ P&L യു ക്യാൻ റൈറ്റ് P&L അക്കൗണ്ട് ഓപ്പോസിറ്റ്. എന്നിട്ട് നിങ്ങൾക്ക് 2 രീതി ചെയ്യാം. എയുടെ എമൗണ്ട്, അതായത് എയുടെ കോളത്തിൽ നമ്മളിവിടെ കണ്ടുപിടിച്ച എമൗണ്ട് 16,800. അപ്പോൾ അത് ഇന്ന കോളത്തിൽ എഴുതാം 16,800. ബിയുടേത് ഇറ്റ് ഇസ് 11,200. either you can use this inner column ഈ രീതിയിൽ ചെയ്യാം. എന്നിട്ട് ടോട്ടലിന് ഇവിടെ എടുത്ത് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എയുടെ എമൗണ്ട് ബിയുടെ എമൗണ്ട് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ റിമൈൻഡ് ചെയ്യുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഒന്ന് ജനറൽ മാനേജർ സാലറി. അപ്പോൾ അത് നമുക്കറിയാം ഇറ്റ്സ് ആൻ എക്സ്പെൻസ്. സോ അത് ഈ അക്കൗണ്ടിൻ്റെ ജനറൽ P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും. ബാങ്ക് ഇൻട്രസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇസ് ആൻ ഇൻകം. അത് P&L അക്കൗണ്ടിൻ്റെ റൂൾ പ്രകാരം ഇൻകം ആയതുകൊണ്ട് അത് ക്രെഡിറ്റ് സൈഡിലുമാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ ദാറ്റ് വി ക്യാൻ റെക്കോർഡ്. ആദ്യം ജനറൽ മാനേജർ സാലറി, amount is 4,500. Credit side bank interest and interest on investment amount is 1,500. So ഇവിടെ credit side ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് 29,500. ഡെബിറ്റിൽ ആകെ ഒരു ഐറ്റമേ ഉള്ളൂ, ദാറ്റ് ഇസ് 4,500. സോ ദ ഡിഫറൻസ് ഇസ് 25,000. അതാണ് ഈ ഓർഗനൈസേഷൻ്റെ നമ്മൾ ഈ ചെയ്ത സ്ഥാപനത്തിൻ്റെ മൊത്തം നെറ്റ് പ്രോഫിറ്റ്. ദാറ്റ് ഇസ് ദ ആൻസർ. സോ അതുകൊണ്ട് ഈ പുട്ട് ബ്രാക്കറ്റ്, ക്വസ്റ്റ്യൻ മാർക്ക് ബ്രാക്കറ്റിനകത്തായിട്ട് ചെയ്യും. ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാം. And all those who have finished ഇതുവരെ ചെയ്ത് കഴിഞ്ഞവർക്ക് you can just hand raise.
can put your hands down. So by that it comes to the end of the first question. So moving to the practical problem number 2, in the textbook 5.33, page number 5.33. A firm has two departments, A and B. During the year ending 31st December 2014, their books of accounts reveal the following. അപ്പോൾ എഗെയിൻ നമ്മളിപ്പോൾ ചെയ്ത പോലെ അലോക്കേഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എയുടെയും ബിയുടെയും സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ദെൻ അതർ എക്സ്പെൻസസ് ഡ്യൂറിങ് ദ ഇയർ നോട്ട് ഡയറക്ട്ലി ചാർജബിൾ, അതാണ് അപ്പോഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനകത്ത് ഫസ്റ്റ് ഐറ്റം ക്യാരേജ് ഇൻവേർഡ്. ക്യാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു അപ്പോഷൻ ഇറ്റ് ഓൺ ദ ബേസിസ് ഓഫ് നെറ്റ് പർച്ചേസ്. ക്യാരേജ് ഔട്ട്വേർഡ്സ് നമ്മൾ അപ്പോഷൻ ചെയ്യേണ്ടത് ഓൺ ദ ബേസിസ് ഓഫ് നെറ്റ് സെയിൽസ്. മാനേജർ സാലറി, ജനറൽ മാനേജർ സാലറി ആണ് കേട്ടോ, ഇങ്ങനെ മാനേജർ സാലറി തരുന്നത്. അപ്പം അത് ജനറൽ പി ആൻഡ് എൽ അക്കൗണ്ട് ആണ്, കോമൺ ഐറ്റം ആണ്, നമുക്ക് അപ്പോഷൻ ചെയ്യാൻ പറ്റില്ല. റെന്റ് റേറ്റ്സ് ആൻഡ് ടാക്സസ്, സി അതിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് താഴെ പറയുന്നുണ്ട്. റെന്റ് റേറ്റ്സ് ആൻഡ് ടാക്സസ് ആർ പെർട്ടൈനിങ് ടു ദ ബിസിനസ് പ്രൊമൈസസ് വിച്ച് ആർ ഓക്യുപ്പൈഡ് ബൈ ദ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ദ റേഷ്യോ 2:3. ഡിപ്പാർട്ട്മെന്റ്സ് രണ്ടും സ്പേസ് ഉപയോഗിക്കുന്നതിന്റെ ബേസിസിൽ അവർ ഒരു റേഷ്യോ തന്നിട്ടുണ്ട് 2:3. ഇനി പിന്നെ പറഞ്ഞേക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അത് എഗെയിൻ നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പ്രകാരം ഇറ്റ് ഇസ് എ കോമൺ ഇൻകം ടു ദി ഫേം. അപ്പോൾ അത് നമ്മൾ എഴുതേണ്ടത് ജനറൽ പി ആൻഡ് അക്കൗണ്ട്. സോ ഈ ക്വസ്റ്റ്യനിൽ പുതിയതായിട്ട് വന്നേക്കുന്നതാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് നമ്പർ 2. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഡിപ്രീസിയേഷൻ അറ്റ് 20% should be charged on machinery costing ₹5,000, which is used by the two departments equally. The value of the machinery is 5,000. 5,000 രൂപ വിലയുള്ള ഒരു മെഷീൻ. അതിന്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 20% ആണ്. ആൻഡ് ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റും ഒരുപോലെ ഈക്വലി ഈ മെഷീൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇൻഫർമേഷൻ. അപ്പൊ നിങ്ങൾ ഓൾറെഡി S2 പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡിപ്രീസിയേഷന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ അക്കൗണ്ട്സിൽ നമ്മൾ രണ്ട് സ്ഥലത്ത് എടുക്കും. വെൻ ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദി അഡ്ജസ്റ്റ്മെന്റ്. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് തന്നിരിക്കുമ്പോൾ നമ്മൾ എടുക്കുന്നത് ഡിപ്രീസിയേഷൻ ഇസ് എൻ എക്സ്പെൻസ്. കാരണം വാട്ട് ഇസ് ഡിപ്രീസിയേഷൻ? ദ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് എ ഫിക്സഡ് അസറ്റ്. ഒരു ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ ഡിക്രീസിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ എമൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഒന്ന് പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും പിന്നെ ബാലൻസ് ഷീറ്റിലുമാണ്. അപ്പൊ ബാലൻസ് ഷീറ്റിൽ വെൻ യു റെക്കോർഡ് ആൻ അസറ്റ്, ഇപ്പൊ ഇവിടെ നമ്മൾ മെഷീനറിയുടെ കേസാണ് പറയുന്നത്. അപ്പൊ മെഷീനറി റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്നും എന്ത് കുറയ്ക്കണം? ഈ ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറച്ചിട്ട് ബാലൻസ് ഷീറ്റ് റെക്കോർഡ് ചെയ്യണം. സോ ഈ ക്വസ്റ്റ്യന്റെ അവിടെ അഡ്ജസ്റ്റ്മെന്റ് തൊട്ട് മുന്നേ പറയുന്നുണ്ട് പ്രിപ്പയർ ദ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻ കോളംനാർ ഫോം. അപ്പൊ അതുവരെ പറയുന്നുള്ളൂ. പക്ഷെ നമുക്ക് വി ഹാവ് ഇൻഫർമേഷൻ ടു ഡു ദി ജനറൽ പി ആൻഡ് എൽ വരെ ചെയ്യാനുള്ള ഇതുണ്ട്. അതുകൊണ്ട് വി വിൽ ഡു ജസ്റ്റ് ലൈക്ക് ദിസ്. ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ വി വിൽ ഡു ദ ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആസ് വെൽ ആസ് ദ ജനറൽ പി ആൻഡ് എൽ അക്കൗണ്ട്. ക്വസ്റ്റ്യൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. വി കാൺ കംപ്ലീറ്റ് പറ്റുന്ന വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. So you can write the heading. Departmental trading and profit and loss account. Account of again A and B ആണ്. അതിന് ക്വസ്റ്റ്യനിൽ whether we have mentioned the name ഇവിടെ എഴുതിയിട്ടില്ല, എഴുതി ചേർത്തോളൂ. അവിടെയും A and B ആണ്. ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ പ്രൊവൈഡ്. ചില ക്വസ്റ്റ്യൻ അത് ഉണ്ടാവില്ല. ഡിപ്പാർട്ട്മെന്റിന്റെ പേര് എന്തായാലും പറഞ്ഞിരിക്കും. For the year ended 31st December 2014. So again A and B രണ്ട് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ പെർട്ടിക്കുലേഴ്സും രണ്ട് എമൗണ്ട് കോളം on both sides. Don't forget to put debit and credit.
So the first item given is opening stock, അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എടുക്കും. അടുത്ത ഐറ്റം ഇസ് പർച്ചേസസ്, റിട്ടേൺസ് കുറച്ചിട്ട് എടുക്കുക. അപ്പോൾ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യാം. $2,500 and $3,500. Just purchases. Purchases of A. Aയുടെ purchases എന്ന് പറയുന്നത് 22,000 ആണ്. Returns 1,000. So the amount is 21,000. B. Aയുടെ purchases amount 32,000. Returns 2,000. So the amount is 30,000. So 21 ഉം 30. Then അടുത്ത ഐറ്റം നോക്കാം. ആസ് പെർ ദ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ഐറ്റം ഇസ് സെയിൽസ്. സെയിൽസിന് റിട്ടേൺസ് ഉണ്ടോ നോക്കുക. ഇല്ല. സോ യു ക്യാൻ റൈറ്റ് ആസ് സച്ച് സെയിൽസ്. Amount is 43,500 and 72,500. Then സെയിൽസ് കഴിഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ ആണ്, നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തു. നെക്സ്റ്റ് ഐറ്റം ഇസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് യു വിൽ റെക്കോർഡ് ഇറ്റ് ഇൻ ദ ക്രെഡിറ്റ് സൈഡ്. സോ ക്ലോസിംഗ് സ്റ്റോക്ക്. Closing stock amount is 4,700 and 7,400. അടുത്ത ഐറ്റം വേജസ്. വേജസ് എമൗണ്ട് ഡയറക്ട്ലി തന്നിട്ടുണ്ട് 3,000 and 4,000. Then അടുത്ത ഐറ്റം is salary. Salary is the item which we record in the P&L account. അപ്പോൾ അത് എടുക്കരുത്. Then അടുത്ത ഫസ്റ്റ് ഐറ്റം അപ്പോർഷൻ ചെയ്യാനുള്ളതിൽ തന്നിരിക്കുന്ന ഫസ്റ്റ് ഐറ്റം ഇസ് ക്യാരേജ് ഇൻവേർട്ട്. ഇനി അതും കൂടിയേ ഉള്ളൂ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാൻ. സോ ബൈ റെക്കോർഡിംഗ് ദാറ്റ് വി വിൽ സ്റ്റോപ്പ്. സോ ക്യാരേജ് ഇൻവേർട്ട്സ്. ക്യാരേജ് ഇൻവേർട്ട്സ് ഓൾറെഡി ജസ്റ്റ് മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ യു ഹാവ് ടു അപ്പോർഷൻ ഇറ്റ് ഓൺ ദ ബേസിസ് ഓഫ് നെറ്റ് പർച്ചേസസ്. And here the purchases ratio between A and B is തൊട്ട് മുന്നേ തന്നെ ഉണ്ട് പർച്ചേസസ് 21,000 30,000. സീറോസ് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് 21:30. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് 7:10. അപ്പോൾ ക്യാരേജ് ഇൻവേർട്സ് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ട റേഷ്യോ 7:10. ക്യാരേജ് ഇൻവേർട്സിൻ്റെ എമൗണ്ട് 3,400. So the 3,400 into എയുടെ പോർഷൻ എന്ന് പറയുന്നത് 7/17. That amount comes to 1,400. അതുപോലെ ബി ഡിപ്പാർട്ട്മെന്റിൻ്റെത് 3,400 into 10/17, that is equal to 3,000. So 1,400 as well as 3,000. ഇതുവരെ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. വിൽ കംപ്ലീറ്റ് ദിസ് ക്വസ്റ്റൻ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.